കോന്നി നിവാസിയാണ്, പത്തനംതിട്ട. അപ്പൊ എന്റെ ചുറ്റുവട്ടത്ത് നടന്ന ഒരു സംഭവമാണ് എലന്തൂർ നിലവലി, എല്ലാവരും കേട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പൊ അതിൽ നിന്നാണ് ഞാൻ ഈ കഥ ഉരുത്തിരിച്ചുണ്ടാക്കിയത്. ഇപ്പൊ കേസ് നടക്കുന്നതുകൊണ്ട് നമുക്ക് ആ കഥ അതുപോലെ എടുത്ത് ചിത്രീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ അതിനെ വേറെ രീതിയിലേക്ക് മാറ്റി അതിനെ ഇപ്പം എന്നാൽ ആ മെസ്സേജ് നമുക്ക് നഷ്ടപ്പെടാത്ത രീതിയിൽ ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഇപ്പൊ ഈ കഥ ഒരുക്കിയിരിക്കുന്നത്. ഇതിപ്പോ ജനുവരി 23-നാണ് നമ്മൾ റിലീസ് വെച്ചിരിക്കുന്നത്. ചേട്ടൻ പറഞ്ഞ പോലെ ഡെവിൾസിന്റെ ഒരു പൂരമേളയായിരുന്നു ആ ഷൂട്ടിങ്. പല ഷൂട്ടിങ് നിന്നുപോയി, മഴ കാരണം ഷൂട്ടിങ്, വെള്ളപ്പൊക്കം ഉണ്ടായി ആ സമയത്ത്, ഷൂട്ടിങ് ചെയ്ത സമയത്ത്. അങ്ങനെ ദുരന്തങ്ങളുടെ ഒരു മേളയായിരുന്നു ഇത്. പലപ്പോഴും പടം നിന്നുപോയതാണ്. ആദ്യം തന്നെ സാറ് പറഞ്ഞതനുസരിച്ച് ഒരാൾ ഇതിനകത്ത് നിന്ന് ചീറ്റ് ചെയ്ത് അദ്ദേഹത്തിന്റെ കുറച്ച് പണം നഷ്ടപ്പെട്ടു. പിന്നെ പുള്ളി വേണ്ടെന്ന് വെച്ചിട്ട് പോയി. പിന്നെ സാറിന്റെ ഒരു മനസ്സും അവരുടെ രണ്ടുപേരുടെയും താല്പര്യവും അവരുടെ ഫാമിലിയുടെ താല്പര്യം ഉണ്ടായി പടം വീണ്ടും നടന്നതും ഇത് ഇവിടെ വരെ എത്തിക്കാൻ പറ്റിയതും. ഷൂട്ടിംഗ് എങ്ങനെയും നടക്കാം, പക്ഷെ ഇത് തിയേറ്ററിൽ എത്തിക്കുക എന്ന് പറയുന്നത് വലിയൊരു കടമ്പയായിരുന്നു. ഈ നിമിഷം വരെ ഇപ്പോഴും ഞങ്ങൾ അതിന്റെ ചർച്ച ചെയ്യാം. അതുപോലെ ഒരു റിസ്ക് ആണ്. അപ്പം ഫസ്റ്റാണ് അവരുടെ അറ്റംപ്റ്റും എന്റെയും ഫസ്റ്റ് പടമാണ്. അപ്പം അതിന് വലിയ റിസ്ക് എടുത്താണ് നമ്മൾ ഈ പടം ഇവിടെ കൊണ്ടെത്തിച്ചത്. അപ്പം എല്ലാവരും എനിക്കിപ്പോ പറയാനുള്ളത് വെച്ചാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള മേക്കിങ്ങും നമ്മുടെ സാമ്പത്തികത്തിന് ഒരു രീതിയിലുള്ള ആർട്ടിസ്റ്റുകളും നമുക്ക് വെച്ച് ഈ പടം ചെയ്തിട്ടുണ്ട്. എന്റെ പരമാവധി ഞാൻ ബോധിയിലാണ് മുഴുവൻ ഷൂട്ടിംഗ് നടത്തിയത്. 1-2 സീൻ മാത്രമേ എറണാകുളം നോക്കേണ്ടി വന്നു. പരമാവധി നന്നായിട്ട് ചെയ്യാൻ എന്റെ കെൽപ്പിനും സാമ്പത്തികത്തിനും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മളത് ഷൂട്ട് ചെയ്തത്. അതൊരു ഷോർട്ട് ഫിലിമായിട്ടാണ് അത് പ്ലാൻ ചെയ്തതും അതിന്റെ ഒരു നിലവാരത്തിൽ നമ്മളാണ് അത് ഉദ്ദേശിച്ചത്. പിന്നെ അന്ന് ഷൂട്ടിങ് കഴിഞ്ഞ പിന്നെയാണ് സാറ് വന്നത്. പിന്നെ നമ്മൾ കുറച്ചൊക്കെ ഡെവലപ്പ് ചെയ്ത് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയ സിനിമ ഈ നിലയിലെത്തി. 4 പാട്ടുണ്ട്. അരിസ്റ്റോ സുരേഷായിട്ട് നാടൻ പാട്ട് ഇതിൽ പാടിയിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം കണ്ടിരിക്കാൻ 2 മണിക്കൂറും 15 മിനിറ്റും നമ്മൾ അതിന് മാന്യമായിട്ടുള്ള രീതിയിൽ ആൾക്കാർക്ക് ബോറടിക്കാത്ത രീതിയിൽ പരമാവധി ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങളാണ് അത് വിലയിരുത്തേണ്ടത്, വിജയിപ്പിക്കേണ്ടതൊക്കെ. ഞങ്ങളാൽ കഴിയുന്നതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വലിയ വമ്പൻ സിനിമകളുമായിട്ട് കിടപിടിക്കുന്ന രീതിയിലോ ടെക്നിക്കലായിട്ടോ അല്ലെങ്കിൽ ക്വാളിറ്റിയോ അങ്ങനെയൊക്കെ അല്ലെങ്കിൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് അത്രയും ഉണ്ടാവില്ല. കാരണം ചെറിയൊരു പരിമിതിയിൽ ചെയ്ത പടമാണ്. അപ്പൊ അതിനെ വെച്ച് കമ്പയർ ചെയ്യാതെ അല്ലെങ്കിൽ അതിനെ വെച്ച് നമ്മൾ വലിയ ട്രോൾ ഇതാണ് പടം, ആ രീതിയിൽ നമ്മൾ ട്രോളിക്കൊല്ലാതെ നമുക്ക് ചെറിയൊരു ബഡ്ജറ്റിൽ പുതുമുഖങ്ങളെ വെച്ച് ചെയ്യുന്ന ഒരുപാട് സംവിധായകരെ ആഗ്രഹിച്ച് നടക്കുന്നവരുണ്ട്, കഷ്ടപ്പെടുന്നവരുണ്ട്. അവർക്കൊരു പ്രചോദനമായിട്ട് വരട്ടെ എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥനയും എൻ്റെ ഒരു ഞങ്ങളുടെ എല്ലാം ഒരു ഇത്. കാരണം ഒരുപാട് കുട്ടികൾ ഒരു വേഷത്തിന് വേണ്ടി ഒരുപാട് പേര് അവസരം തേടി നടക്കുന്നുണ്ട്, ഓഡീഷന് പോയിട്ടുണ്ട്. ഈ പടത്തിൽ തന്നെ ഓഡീഷന് ഒരു പയ്യൻ ബൈക്ക് വിട്ടിട്ട് ഓഡീഷന് പിന്നെ പൈസ കൊടുത്തിട്ട് പടം അവനെ അവസാനം പറ്റിച്ചെന്ന് പറഞ്ഞിട്ട് വന്നിട്ടാണ് ഞാൻ ആ പടത്തിൽ ഒരു ക്യാരക്ടർ കൊടുത്തത്. മോഡലിംഗ് ആണ് എല്ലാവരും വിളിച്ചത്. അവർക്കെല്ലാം അവസരം കൊടുത്തിട്ടുണ്ട്. ആരുടെയും ഒരു പൈസ പോലും വാങ്ങിയിട്ടുമില്ല. ആർക്കും അവരാരും നമ്മളൊന്നും ചോദിച്ചതുമില്ല. അവരെല്ലാം വീട്ടിൽ വന്ന് തങ്ങി വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ട് ഒരു റൂം പോലും അവിടെ കൊടുക്കാൻ നമുക്ക് സൗകര്യം ഇല്ലാഞ്ഞിട്ട് ഉള്ള പരിമിതിയിൽ വെച്ചായി ഈ പടം നമ്മൾ ഷൂട്ട് ചെയ്ത് ഇത്രയും കൊണ്ട് എത്തിച്ചത്. പിന്നെ അത് സാറിന്റെ വലിയൊരു മനസ്സുകൊണ്ടാണ് ഇപ്പൊ അത് ഇത്രയും ബാക്കി കാര്യങ്ങളെല്ലാം അദ്ദേഹം നന്നായിട്ട് ചെയ്തു. മാഡവും ചേർന്ന് ഇപ്പൊ റിലീസിന്റെ അവസരം എത്തിച്ചു. അദ്ദേഹത്തിനും എല്ലാവർക്കും നന്ദി. അപ്പൊ ഈ പടം എല്ലാവരും വീട്ടിൽ പോയി കാണണം, മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എല്ലാവർക്കും സ്നേഹ നമസ്കാരം. ഇവിടെ ഭാസ്കരൻ സാറ് സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ അവസാന സ്റ്റേജിലാണ് ഞാനിതിൽ വരുന്നത്. ശരിക്കും അവിടെ ബഹ്റിൻ വെച്ചത്തേക്ക് പരിചയപ്പെടാനും അവിടെ ചെയ്ത ഒരു ഷോർട്ട് ഫിലിമിൽ ഒരുമിച്ച് അഭിനയിക്കാനും സാധിച്ചതാണ്. അവിടെ 2 ഷോർട്ട് ഫിലിം അവിടെ ചെയ്തിട്ടുണ്ട്, ബഹ്റിനിൽ ചെയ്തിട്ടുണ്ട്. സ്റ്റാർസ് ഇൻ ദ ഡാർക്ക്നെസ് എന്ന് പറഞ്ഞൊരു സിനിമ, അതുപോലെ തന്നെ അച്ഛമാഷ്, ഞാൻ അഭിനയിച്ച അച്ഛമാഷ് എന്ന് പറഞ്ഞ സിനിമ. ഇത് 2ഉം ഒന്നിൽ ഞാൻ അഭിനയിച്ചു. അതുകൊണ്ടാണ് മാത്രമല്ല പറയുന്നത്, 2ഉം നല്ല പെർഫെക്ഷനുള്ള ഫിലിംസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഞാനിതിൽ ഒരു സീനും ഒരു പൈസീനും മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ. പക്ഷേ ഈ സിനിമ നന്നായിരിക്കും എന്ന് ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുന്നു, ആശിക്കുന്നു. ഇത് ഒരു വിജയമായാൽ ഇതിൻ്റെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഡയറക്ടറാണ്. അദ്ദേഹം നവാഗതനാണ്. അതുപോലെ തന്നെ നവാഗതരായ ഒരു പറ്റ ചെറുപ്പക്കാരുണ്ട് ഇതിൻ്റെ പറയുന്നത്. അപ്പോൾ ഇത് വിജയിച്ചാൽ തീർച്ചയായിട്ടും നേട്ടം അവർക്കുള്ളതായിരിക്കും. ഇതിൻ്റെ ഇത് വിജയിക്കുകയാണെങ്കിൽ അതിൻ്റെ കാരണവും അവർ തന്നെയായിരിക്കും. എന്നെപ്പോലെ ദേശ് പണിക്കർ പോലുള്ള രഞ്ജു പോലുള്ള ആളുടെ കോൺട്രിബ്യൂഷൻ അല്ല, അത് അവരുടെ കോൺട്രിബ്യൂഷനാണ്. കാരണം അവരത്രയും സ്ട്രെയിൻ എടുത്ത് അവർ സിൻസിയറായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണ്ടത് വെച്ചിട്ട്
വളരെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ എല്ലാ ക്രെഡിറ്റും ഇതിന്റെ അഭിനയത്തിന്റെ സൈഡിൽ നിന്ന് അവർക്ക് തന്നെയാണ്. പിന്നെ ഇതിന്റെ പ്രൊഡ്യൂസറായിട്ട് വന്ന ഇതൊരു ഒരു അവതാരം പോലെ വന്ന മനുഷ്യനാണ് ഭാസ്കർ സാറ്. അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും എന്നും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം. കഴിഞ്ഞ 5 വർഷത്തോളം ആവുന്നു നിങ്ങളാവുന്ന സോഷ്യൽ മീഡിയയിലെ പ്രവർത്തകരെ ഞാൻ ബിഗ് ബോസിൽ പറഞ്ഞൊരു വാക്കുണ്ട്, കിങ് മേക്കർ ആവാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇന്റർവ്യൂകൾ ബിഗ് ബോസിന് ശേഷം കൊടുത്തു തുടങ്ങിയപ്പോൾ വമ്പൻ മീഡിയയ്ക്ക് കൊടുക്കുകയുള്ളൂന്നോ എക്സ്പീരിയൻസിനും ഇത്രത്തോളം മില്യൺ അല്ലെങ്കിൽ ഇത്രത്തോളം ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ളവർക്കേ കൊടുക്കുകയുള്ളൂന്നോ ആരോടും പറഞ്ഞിട്ടില്ല. മറിച്ച് ഞാൻ അന്നും പറഞ്ഞത് തുടക്കക്കാർക്കാണ് ഏറ്റവും കൂടുതൽ കൊടുത്തുകൊടുക്കുന്നത്, അല്ലേ? സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള ഒരുപാട് നിങ്ങളിൽ പലരും അന്ന് തുടക്കക്കാരായിരുന്നു. അവർക്കെല്ലാം അറിയാം നിങ്ങളൊന്നും അല്ലായിരുന്ന സമയത്തെ ഞാൻ നിങ്ങളോടൊപ്പം കൂടിയതാണ്. ഇപ്പം നിങ്ങൾ കുറേ പേർ വലിയ ചാനലുകളായി. ഈ തുടക്കക്കാരെ വളർത്തുക, ഉയർത്തുക എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ മലയാളത്തിൽ വളരെ കുറവായിട്ട് കാണുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തത്. അതെനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും. അതിന് തെളിവ് നിങ്ങൾ കുറേ പേരുണ്ട്. ഇവിടെ ഇപ്പം 100 കണക്കിന് ചാനലുകൾ നമ്മുടെ എറണാകുളം ടൗണിലുണ്ട്, ജില്ലയിലുണ്ട്. അപ്പം ഇവിടെ ഈ തുടക്കക്കാരൻ എന്നുള്ള നിലയിൽ ഈ സംവിധായകനായ റോഷൻ കോന്നിയെ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. പലപ്പോഴും നമ്മൾ തുടക്കക്കാർക്കും പുതിയതായിട്ട് വരുന്ന ആൾക്കാർ അവരെല്ലാം നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ്. ഈ അടുത്ത ഇപ്പം ഞാൻ കുറേ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനകത്ത് ചിലർ തന്നെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് പറഞ്ഞാണ്, ഈ സ്ക്രിപ്റ്റും കൊണ്ട് ഞാൻ ചെന്നപ്പോഴത്തേക്ക് ഇന്ന ആർട്ടിസ്റ്റ് പറഞ്ഞു, ഇന്ന പ്രൊഡ്യൂസർ പറഞ്ഞു, ഓ നിങ്ങൾ ഇതിന് മുമ്പ് ഏത് സിനിമയാണ് ചെയ്തത്, നിങ്ങൾ ഏത് വർക്കാണ് ചെയ്തത്? ഇല്ല സാർ, ഞാൻ ആദ്യമായിട്ടാണ്. അത് നമുക്ക് പിന്നെ നോക്കാം കേട്ടോ എന്ന് പറഞ്ഞ് തട്ടിവിട്ട സമയത്ത് തുടക്കക്കാരനായ റോഷൻ താൻ എഴുതിയ തൻ്റെ സഹധർമ്മിണി വൈഫ് സ്ക്രിപ്റ്റ് റൈറ്ററാണ്. ഇവർ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്ത് ഏറ്റവും നല്ല രീതിയിൽ മെനഞ്ഞെടുത്ത ആ സ്ക്രിപ്റ്റും കൊണ്ട് പലപ്പോഴും നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ആ സ്ക്രിപ്റ്റും കൊണ്ട് ഒരുപാട് പ്രൊഡ്യൂസർമാരുടെ വീടുകളിലാണ് പോയി കാവൽ നിൽക്കുന്നത്, ഡയറക്ടർമാരുടെ അടുത്ത് ചോദിക്കാൻ പോകുന്നതൊക്കെ. ഇവിടെ അങ്ങനെയുള്ള ഒരു പരിപാടിയിൽ ദൈവാനുഗ്രഹമുള്ള നല്ല മനസ്സുള്ള അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ അറിയാൻ ഞാൻ ഇരുത്തി സൂചിപ്പിക്കുന്നൊന്നുമല്ല, കാരണം ഉള്ളത് സത്യമായിട്ട് ഞാൻ പറയുന്ന ഒരാളാണ്. ഇടത്തൊടി ഭാസ്കരൻ എന്ന് പറയുന്ന ചേട്ടനിലേക്ക് ഇവരെ എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഇതിന്റെ ആദ്യത്തെ ഞങ്ങളെ സംബന്ധിച്ചുള്ള വിജയം. അദ്ദേഹം ഈ കഥ മൊത്തം കേട്ട് കഴിഞ്ഞപ്പോൾ മറ്റൊന്നും നോക്കിയില്ല. അദ്ദേഹം ഒരുപാട് മുൻനിര സിനിമാ സംവിധായകന്മാരുടെ സുഹൃത്താണ്. ഒന്നുകൂടെ ഒരു പരാജയം എടുത്തു പറഞ്ഞാൽ ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന നമ്മുടെ കൂടെയുള്ള മുൻനിര ആർട്ടിസ്റ്റ് ഇടത്തൊടി ഭാസ്കരൻ ചേട്ടൻ്റെ വീടിന്റെ തൊട്ട അയൽവക്കമാണ്. ഉണ്ണിയുടെ അച്ഛനും സാറുമായിട്ട് ഭയങ്കര കമ്പനിയാണ്. അപ്പൊ അങ്ങനെയുള്ള വലിയ ആർട്ടിസ്റ്റുകളെ വെക്കാനുള്ള അവസരം ഉണ്ടായിട്ടും ഭാസ്കരൻ ചേട്ടൻ അത് ചെയ്തില്ല. മറിച്ച് അദ്ദേഹം ചെയ്തത് മുൻനിരയിലുള്ള 100 കണക്കിന് പുതിയ തലമുറയിലെ പുതിയ താഴെത്തട്ടിലുള്ള മിടുക്കരായ കുട്ടികളെ, വ്യക്തികളെ, ഞാൻ ഉൾപ്പെടുന്ന ഒരുപാട് പേരെ കൈപിടിച്ചുയർത്താനും അവസരം കൊടുക്കാനുമാണ് ശ്രമിച്ചത്. അങ്ങനെയുള്ള ആ ഒരു പടത്തിന്റെ ഫൈനലാണ് കിരാത എന്ന് പറയുന്ന സിനിമയിലൂടെ ഈ ജനുവരി 23 പുറത്തിറങ്ങുന്നത്. അതുപോലെ തന്നെ ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്നത് വളരെ സീനിയർ ആയിട്ടുള്ള അല്ലെ എക്സ്പീരിയൻസ്ഡ് ആർട്ടിസ്റ്റുകളെക്കാൾ എന്ന് പറയുന്നില്ല, പക്ഷെ അവരോടൊപ്പം കിടപിടിക്കുന്ന രീതിയിൽ തന്നെ വളരെ മികച്ച പെർഫോമൻസ് ആണ് ഇതിലുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും പെർഫോം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബാക്കിയുള്ള ടെക്നിക്കൽ സൈഡുകളായാലും എല്ലാം അത് നേരത്തെ റോഷൻ പറഞ്ഞതുപോലെ അതിന്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ആ ടെക്നിക്കൽ വർക്കുകളെല്ലാം തന്നെ നമ്മൾ ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബാഹുബലി പോലെയുള്ള വലിയ വലിയ വമ്പൻ സിനിമകളുമായിട്ടൊന്നും കമ്പയർ ചെയ്യരുത്. പക്ഷെ ചെറിയ പടങ്ങൾ ഇപ്പൊ ജനങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. വമ്പൻ പടങ്ങൾ ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറങ്ങിയ വമ്പൻ പടങ്ങളും പൊട്ടി. ഏകദേശം ഒരു വർഷം 250 മുതൽ 300 വരെ സിനിമയാണ് റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ. അന്യഭാഷാ സിനിമകൾ വന്നിട്ട് അവർ വമ്പൻ വിജയങ്ങൾ നേടി കോടികൾ കൊണ്ടുപോകുന്നു. പക്ഷെ നമ്മുടെ നാട്ടിലെ പുതിയ തലമുറയിലെ ആൾക്കാരെ, ന്യൂകമേഴ്സിനെ ഉയർത്തേണ്ട നമ്മൾ തന്നെയാണ്. കാരണം നാളെ നിങ്ങളാകുന്ന പ്രേക്ഷകരുടെ മക്കൾമാർ, സഹോദരങ്ങൾ, കൂട്ടുകാർ ഇവരെല്ലാം സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വരേണ്ടവരാണ്, താല്പര്യമുള്ളവർ. അപ്പൊ നമ്മൾ സീനിയേഴ്സിനെ മാറ്റി നിർത്തുക എന്നുള്ളതല്ല, മുൻനിര മികച്ച ആർട്ടിസ്റ്റുകൾ തന്നെയാണ് നമ്മുടെ മുമ്പിലുള്ളത്. അവരെല്ലാം അവരുടേതായിട്ടുള്ള കഴിവുകൾ കാണിച്ചുകൊണ്ടിരിക്കുന്നു. അവരെല്ലാം ഉയർന്നു കഴിഞ്ഞു. പക്ഷെ താഴത്തെ തട്ടിലുള്ളവരെ കൂടി കൈപിടിച്ചുയർത്തേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്ന ഒരു പ്രിൻസിപ്പിൾ, ഒരു മൂല്യത്തിൽ ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു. ആ തരത്തിൽ നമ്മളെ താഴെത്തട്ടിലുള്ള 100 കണക്കിന് ആർട്ടിസ്റ്റുകൾക്ക് അവസരം കൊടുത്തുകൊണ്ട് ഒരു കോളേജ് പശ്ചാത്തലമാക്കിക്കൊണ്ട്,
ഇത് കോളേജ് സ്റ്റോറിയാണ്. എപ്പോഴും കോളേജ് സ്റ്റോറി കേരളത്തിൽ സൂപ്പർ ഹിറ്റ് ആയിട്ടുണ്ട്, മലയാളത്തിൽ സൂപ്പർ ഹിറ്റ് ആയിട്ടുണ്ട് കോളേജ് ക്യാമ്പസ്. കാരണം ഞാൻ കോളേജിൽ ഒരു 26 വർഷത്തോളം പഠിപ്പിച്ചൊരു അധ്യാപകൻ എന്നുള്ള നിലയിൽ കോളേജ് ക്യാമ്പസ് എപ്പോഴും ലൈവ്ലിയാണ്. അപ്പൊ കോളേജ് ക്യാമ്പസിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളും ഡയറക്ടർ ഈ സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതാണ് ഒരു പ്രത്യേകത. അതിനകത്ത് അവിടെ നിന്നും പിന്നെ കൈവിട്ടു പോകുന്ന കുറെ ഇൻസിഡൻസുകളുണ്ട്. അത് നമുക്ക് ഇപ്പം ഇതിലൂടെ പറയാൻ പറ്റില്ല. കാരണം അതാണ് ഇതിന്റെ ഓരോ ടേണിംഗ് പോയിന്റുകളും ഓരോ സർപ്രൈസുകളും ഈ പടത്തിന് കിരാത എന്ന പേര് വെച്ചത്. അപ്പൊ അങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ അണിയിച്ചൊരുക്കിയ ഒരു കോളേജ് പശ്ചാത്തലത്തിൽ ഇറങ്ങുന്ന ഒരു സിനിമ. അതിൽ നിന്നുകൊണ്ട് അത് വിവിധ വശങ്ങളിലൂടെ അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങൾക്കും എതിരെ ഫൈറ്റ് ചെയ്യുന്ന കുറച്ച് ടീമുകളും കുറച്ച് മെസ്സേജുകളുമായിട്ട് നമ്മുടെ നാട്ടിൽ ഈ കഴിഞ്ഞ ദിവസങ്ങൾ വരെ അരങ്ങേറിയ ഒരുപാട് സംഭവങ്ങളെ പ്രതിപാദിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു പടമാണ്. ഞങ്ങൾ ഒരുപാട് തടസ്സങ്ങൾ ഇതിനകത്തുണ്ടായി. നമ്മൾ പല ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ തന്നെ പല രീതിയിൽ സാമ്പത്തിക പ്രോബ്ലം ഉണ്ടായി, അതുപോലെ തന്നെ പ്രകൃതി അനുകൂലമല്ലാതെ തടസ്സങ്ങളുണ്ടായി. തമാശയ്ക്കാണെങ്കിലും PRO അജയ് തുണ്ടത്തിൽ മൈക്കെടുത്ത് കുറച്ച് കാര്യം പറഞ്ഞു വന്നപ്പോഴത്തേക്ക് ഉടനെ തന്നെ ഇതുവരെയ്ക്കും കറണ്ട് പോകാത്ത അല്ലെങ്കിൽ ചാർജ് പോകാത്ത മൈക്ക് പല വട്ടമായിട്ട് ഇത് വെട്ടി വന്നപ്പോഴും ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, നെഗറ്റീവ് എനർജി ഓർ ബ്ലാക്ക് എനർജി. പോസിറ്റീവ് എന്ന് പറയുന്ന സംഭവം നമുക്കുള്ളതുപോലെ തന്നെ നെഗറ്റീവ് എന്ന് പറയുന്ന ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ ആന്റി ക്രൈസ്റ്റ് എന്ന് നമ്മൾ ഇന്റർനാഷണലി പറയുന്ന പോലെ ആ പോസ്റ്ററിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു സിമ്പലും നമുക്ക് കാണാൻ പറ്റും. അത് ലോകം പിടിച്ചടക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ കാര്യങ്ങൾ തിരിച്ചറിയാൻ പുതിയ തലമുറയിലെ കുട്ടികൾക്കും പ്രത്യേകിച്ച് പാരന്റ്സ് കോളേജിലും സ്കൂളിലും പഠിക്കുന്ന മക്കളുമായിട്ട് വന്ന് തന്നെ ഈ സിനിമ കാണണം. കാരണം ഫാമിലി ഓറിയന്റഡ്, അതുപോലെ ഫ്യൂച്ചർ ലക്ഷ്യമാക്കി കുട്ടികളെ ബോധവൽക്കരിക്കാൻ തക്ക രീതിയിലുള്ള ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള കുറെ സംഗതികളാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെ അതിജീവിച്ചുകൊണ്ട് നമുക്ക് എപ്പോഴും നല്ല രീതിയിൽ തന്നെ ലൈഫ് മുമ്പോട്ട് പോകണം. ആഘോഷം വേണം എന്നാണ് ഞാൻ പറയാ, വേണ്ടാന്ന് പറയില്ല. പക്ഷെ ഏതുതരം ആഘോഷങ്ങൾ വരുമ്പോഴും അവിടെ ഒരു ശ്രദ്ധ, ഒരു കരുതൽ നമ്മൾ കരുതിയിരിക്കുന്നത് നമ്മുടെ ജീവനും ജീവിതത്തിനും വളരെ ഉപയോഗയോഗ്യമാവും. അതുകൊണ്ട് ഞാനിപ്പോൾ ഇറങ്ങി ഒരു 11ഓളം സിനിമകൾ ഇറങ്ങി, അതിൽ 11ാമത്തെ ഇറങ്ങുന്നു. 32ഓളം സിനിമകൾ 32ാമത്തെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി കുറേ എണ്ണം ഇറങ്ങാനുണ്ട്. ഗോവിൻ ചേട്ടൻ്റെയൊക്കെ വളരെ ജൂനിയറാണ് ഞാനും സിനിമകളുടെ പുറകെ നടക്കുകയാണ്. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ പ്രൊഡ്യൂസർ, ഡയറക്ടർ, സിനിമ, ഇത് പ്രൊഡ്യൂസർ ഇല്ലെങ്കിൽ സിനിമ ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അപ്പം ആ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പോവുകയല്ല, കൂടെ നിന്ന് ആ സിനിമ ഇതാണെന്ന് നിങ്ങൾ ജനങ്ങളെ, പ്രേക്ഷകരെ എല്ലാവരുടെയും മുന്നിലേക്ക് അത് എത്തിച്ചുകൊണ്ട് അത് വിജയിപ്പിക്കാനുള്ള ശ്രമം കൊണ്ടാണ് ഇവരെല്ലാം എന്നെയും കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പുതുതലമുറ, പുതിയ കുട്ടികളെ, പുതിയ കലാകാരന്മാരെ വളർത്താനും ഉയർത്താനും ഇതുപോലെയുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സിനിമകൾ കണ്ട് അവയെ വിലയിരുത്താനും. ഒരു കാര്യം അടിവരായിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. ചിലപ്പോൾ ചില നെഗറ്റീവ് റിവ്യൂക്കാർ എല്ലാത്തിലും കയറി വരും, വന്നിരുന്ന് അഭിനയിച്ചുകൊണ്ട് തകർത്ത് ചെയ്യും. ഈവൻ ലാലേട്ടൻ ചെയ്യുന്നതിനും നെഗറ്റീവ് റിവ്യൂ ഇടുക, മമ്മൂക്ക ചെയ്യുന്നതിന് നെഗറ്റീവ് റിവ്യൂ ഇടുക. നമ്മുടെ ആര് തന്നെ ഇപ്പം എന്തുമാത്രം അവാർഡ് വാങ്ങിച്ച ആർട്ടിസ്റ്റുകളാണ് അവരെല്ലാം. ആര് ചെയ്താലും കുറച്ച് അറ്റൻഷൻ കിട്ടാനും കുറച്ച് യൂട്യൂബിലൂടെ റീച്ച് കിട്ടാനും പണം കിട്ടാനും വേണ്ടി കോടികൾ ചെലവാക്കി എടുക്കുന്ന പടത്തിനെ നെഗറ്റീവ് റിവ്യൂ ഇട്ട് പറയുന്ന എന്തെങ്കിലും വന്നാൽ നിങ്ങൾ അത് വിശ്വസിക്കരുത്. നിങ്ങൾ പോവുക, കാണുക, കണ്ടിട്ട് നിങ്ങൾ വിലയിരുത്തുക. അതാണ് വേണ്ടത്. അങ്ങനെ കിരാത എന്ന് പറയുന്ന സിനിമ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട്, ഈവൻ സെൻസർ ബോർഡ് പോലും ആദ്യം നമ്മൾ കൊടുത്തതിന് കൊണ്ടുപോയി കുറെ ഭാഗം കട്ട് ചെയ്തിട്ട് റീഷൂട്ട് ചെയ്തുകൊണ്ടിരാൻ പറഞ്ഞതിന്റെ ഫലമായിട്ട് വീണ്ടും ഞങ്ങൾക്ക് അത് ചെയ്യേണ്ടി വന്നു. പക്ഷെ അതൊരു ഗുണപരമായി തന്നു. കൂടുതൽ കാര്യങ്ങൾ ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ അതിലേക്ക് വരാനായിട്ട് പറ്റി. അതിന്റെ സെൻസർ സർട്ടിഫിക്കറ്റും കിട്ടി. ഈ സിനിമ ജനങ്ങളുടെ അടുത്ത് പ്രദർശിപ്പിക്കണം എന്നുള്ളതാണ് സെൻസർ സർട്ടിഫിക്കറ്റിൽ വന്നിരിക്കുന്നത്. അപ്പൊ അത് നിങ്ങളുടെ മുമ്പിൽ എത്തുകയാണ്. ഞങ്ങളെല്ലാം പ്രോത്സാഹിപ്പിക്കണം, വളർത്തണം. അത് നിങ്ങൾക്ക് എന്തായാലും നമ്മുടെ സമൂഹത്തിന് ഒരു ഗുണമായിരിക്കും. അതാണ് കിരാത. ജനുവരി 23-ാം തീയതി നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററുകളിൽ സംഭവം റിലീസ് ചെയ്യും. കുറച്ച് ദൂരെയാണുള്ളതെങ്കിൽ അത് കണ്ടെങ്കിലും ഞങ്ങളോട് സഹകരിക്കുക, പുതുതലമുറയെ പ്രോത്സാഹിപ്പിക്കുക. താങ്ക് യു. ഹാപ്പി ന്യൂ ഇയർ.